കന്യാസ്ത്രീ മഠങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം വേണം. വേണോ? വേണമെന്ന് ചോദിച്ചാൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നു. അത് അങ്ങനെ സംഭവിച്ചു കേരളത്തിൽ. കാരണം ഇന്ന് ഞാനിപ്പോൾ ഈ ക്രിസ്തീയ സഭയുടെ കത്തോലിക്ക സഭയുടെ പത്രമായ ദീപിക എടുത്ത് നോക്കി. അതിനകത്ത് വാർത്തയില്ല. പക്ഷേ കാസ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്നിട്ട് അവിടെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കുറേ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു. ബഹളം ഉണ്ടാക്കി ഭയങ്കര വഴക്കായി. കന്യാസ്ത്രീകൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ പോലീസിനെ വിളിച്ചു. എന്നിട്ട് ഈ കന്യാസ്ത്രീകളെ ഭയങ്കരമായി ചീത്ത വിളിച്ചു. ഇതൊരു സംഭവം. ഇത് നടന്നത് കണ്ണൂരാണ്. കണ്ണൂർ സെൻറ്റ് ജോർജ് ഫൊറോനാപ്പള്ളിയിലെ ചെമ്പൻതൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഫൊറോനാപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നത്. അത് അവിടെ കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ കാസ ഒഫീഷ്യലി അത് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ പേജിൽ. ആ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളൊക്കെ വരുമല്ലോ, ഉപജില്ലയിലെ കുട്ടികളൊക്കെ വരുന്നു. അപ്പോൾ അവിടെ ഈ പള്ളിമുറ്റത്ത് സെൻറ്റ് ജോർജ് പള്ളിയുടെ പള്ളിമുറ്റത്തിനോട് ചേർന്ന് സെൻറ്റ് ജോർജ് ഹൈസ്കൂളുണ്ട്, തൊട്ടടുത്ത് ചെറുപുഴ UP സ്കൂളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടുന്ന് വന്ന കുട്ടികളുമായിട്ട് ഒരു അധ്യാപകൻ പള്ളി പുരോഹിതൻ്റെ അടുത്ത് വൈദികൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിസ്കരിക്കണം, പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പള്ളി കോമ്പൗണ്ടിൽ വേണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾ വേറൊരു മതസ്ഥാപനമാണ്, ഇവിടെ നിസ്കാരം പറ്റത്തില്ല, തൊട്ടടുത്ത് 2 മോസ്കുകളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒഴിവാക്കി. പക്ഷേ ഈ കുട്ടികളുമായിട്ട് ഈ അധ്യാപകൻ അങ്ങനെ തന്നെ പറയണം, അധ്യാപകന്മാർക്കൊരു സാമാന്യ ബുദ്ധിയും സമചിത്തതയൊക്കെ വേണ്ട ആളാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സൗകര്യം ചോദിക്കുക, അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് മോസ്ക് ഉണ്ടായിട്ടുമാണ്. എന്നിട്ട് ഇയാൾ നേരെ പോയത് കന്യാസ്ത്രീ മഠത്തിലേക്കാണ്. കന്യാസ്ത്രീ മഠത്തിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അവർ ഓർത്ത് കന്യാസ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ വിളച്ചിൽ നടന്നില്ല, കന്യാസ്ത്രീകൾ പേടിച്ച് ഇത് ചെയ്യും, സമ്മതിക്കുമെന്ന് കരുതി. പക്ഷേ അവർ സമ്മതിച്ചില്ല. കാരണം അവർ വേറൊരു മതത്തിൻ്റെ ആചാരപ്രകാരം സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് സിസ്റ്റേഴ്സ്. അവർക്ക് എങ്ങനെ ഇത് അനുവദിക്കാൻ പറ്റും? അവർ യേശുവിൽ ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നവരാണ്. അവിടെ പോയിട്ട് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മതസൗഹാർദ്ദമൊന്നുമല്ല. ഇപ്പോൾ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രവണതയാണിത്. അന്യമതസ്ഥരുടെ നെഞ്ചത്തോട്ട് കയറുക. ഏത് മതമാവട്ടെ, ഞങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നിടത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങൾക്ക് ആരാധിക്കണം. എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധിക്കാനും അവരുടെ ദൈവത്തെ പ്രാർത്ഥിക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടാവരുത്. ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നാണ് കാസ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ഈ കാസ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നൊരു തിയറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാസയല്ലേ, കാസ കൃസംഗികളാണ്. അതുകൊണ്ട് ഞാൻ ദീപിക പത്രം എടുത്ത് നോക്കി. അപ്പോൾ ദീപിക പത്രത്തിൻ്റെ ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റ അച്ഛനെ ഇടയ്ക്ക് വിളിക്കാറുള്ള എൻ്റെ ഒരു സുഹൃത്താണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ദീപികയെ കണ്ടില്ല. അത് ചിലപ്പോൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ കേരളത്തിലെ ഈ ചില്ലുകൊണ്ടുണ്ടാക്കിയ മതസൗഹാർദ്ദം അങ്ങ് പൊട്ടിപ്പോകുമെന്നുള്ള പേടി ചിലപ്പോൾ ദീപികയ്ക്കാണ്. പക്ഷേ കാസക്കതില്ല. അതില്ലാത്തതുകൊണ്ട് കാസ പറഞ്ഞത് അങ്ങനെ വെറുതെ കാസ ഒഫീഷ്യലി ഓൺലൈനിൽ അവരുടെ പേജിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ആധികാരികതയുണ്ട്, പരാതി ഉണ്ടാവണം. പോലീസ് വന്നു കന്യാസ്ത്രീ മഠത്തിൽ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു, ഞങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ കണ്ണൂർ വേറെ പരാതി ഉണ്ടായി. കണ്ണൂർ ഒരു ക്ഷേത്രമൊക്കെ അടച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിനകത്ത് തട്ടമിട്ട സ്ത്രീകളെല്ലാം കയറിയിട്ട് അവിടെ മീറ്റിംഗ് നടത്തുന്നു. ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് പോലും ഇടാതെ, ചെരുപ്പ് പോലും ഊരാതെ തട്ടമൊക്കെ ഇട്ട് നടത്താം. ഇവർ മാംസാഹാരം കഴിച്ചിട്ട് കയറിയതാണെന്ന് അറിയില്ല. അവർക്ക് ഈ സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറുന്ന ആർത്തവ സമയത്ത് കയറത്തില്ല, ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ടായിരുന്നു എന്നറിയില്ല. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആരും അറിയാതെ ക്ഷേത്രത്തിലോട്ട് കടന്നു കയറി അവിടെ മീറ്റിംഗ് നടന്നു, മൈക്കൊക്കെ വെച്ചിട്ട് മീറ്റിംഗ് നടത്തുക. ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ വീഡിയോ ഉൾപ്പെടെ കണ്ടതാണ്. അപ്പോൾ നാട്ടിൽ അങ്ങനെയൊക്കെയാണ്. മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു കയറുക എന്നത് ഇവിടെ ഒരു വിഭാഗം ഒരവകാശം പോലെ സ്ഥാപിച്ചെടുക്കുകയാണ്. ഇത് തീർന്നില്ല. ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? ഈ സെൻറ്റ് ജോർജ് ഫൊറോനാപ്പള്ളിയിൽ ഈ കുമ്പസാരക്കൂടുണ്ട്. എല്ലാ പള്ളികളിലും കുമ്പസാരമുണ്ട്. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള ഒരവസരമാണ് കുമ്പസാരം. ഈ കുമ്പസാരം നടക്കുമ്പോൾ ഈ വിശുദ്ധ ഊറാറ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഊറാറ എന്ന് പറഞ്ഞാൽ ഒരു മേലങ്കി, ഒരു ഷോൾ പോലത്തെ സാധനമാണ്. അതായത് അച്ഛന്മാരിങ്ങനെ പുതയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള, അതിങ്ങനെ കൈത്തണ്ടയിൽ കുർബാന സമയത്ത് വൈദികൻ കൈയുടെ മണിബന്ധത്തിലിടുന്ന ഒരു വിശുദ്ധമായ ഒരു വസ്ത്രമാണ്. ഇത് ഈ കുമ്പസാരക്കൂട്ടിൽ വെച്ചിരുന്നു. ഈ പ്രശ്നം ഉണ്ടായി. ഇവർ വന്നിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞ് പോയതിന് ശേഷം ഈ ഊറാറ കാണാനില്ല. വൈദ്യുതി നോക്കിയപ്പോൾ ഊറാറയില്ല. തപ്പി പോയപ്പോൾ ക്രിസ്ത്യാനികൾ പരിശുദ്ധമായി കഴിയുന്ന ഊറാറ കക്കൂസി കൊണ്ടിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ നാട്ടിൽ
മതസൗഹാർദ്ദം ഇതിപ്പോൾ നേരെ തിരിച്ച് ഒരു ഹിന്ദുക്കൾ ഒരു അന്യമത ആരാധനാ സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭഗവതി സേവ നടത്തണം അല്ലെങ്കിൽ ഗണപതി പൂജ നടത്തണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ വാർത്തയായിരിക്കും. എന്നിട്ട് അവിടെ ചെന്ന് ചീത്ത വിളിക്കും. എന്നിട്ടൊരു മദ്രസയിലോ വല്ലതും ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പൂജ നടത്തണം ഇറങ്ങിത്ത എന്ന് പറഞ്ഞിട്ട് അനുവാദം ചോദിക്കുകയും ബഹളം വെക്കുകയും ചെയ്താലോ എന്തു വലിയ കോലാഹലമായിരിക്കും. ഇത് ദീപിക പത്രത്തിന് പോലും വാർത്തയല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് എനിക്കിപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. കുറേ ആളുകൾ കുറച്ച് കാലമായി വല്ലാതെ വർഗീയ ഭ്രാന്തന്മാരായി മാറുകയാണ്. നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടോ? ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും മാനിക്കുക എന്നതൊരു മര്യാദയല്ലേ? അതില്ലാതെയാണ് ഇപ്പോൾ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിലേക്ക് ചെമ്പൻതൊട്ടിയിലെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നു. യൂത്ത് ഫെസ്റ്റിവൽ നടക്കട്ടെ, നമ്മളെല്ലാം ആഘോഷത്തോടെ സന്തോഷത്തോടെയാണ്. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണല്ലോ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. അതിൻ്റെ പ്രാരംഭ ലെവൽ 1, 2 ലെവൽ മത്സരങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ കുട്ടികളൊക്കെ നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടവരാണ്. പക്ഷെ അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഇതര മതസ്ഥൻ്റെ ആരാധനാലയങ്ങളിൽ കടന്നു കയറി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണം. നമ്മൾ കാണാറില്ലേ ബസ്സിൽ, ട്രെയിനിൽ, പൊതുനിരത്തിൽ, വിമാനത്തിൽ നിസ്കരിക്കണമെന്നാവശ്യപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും വൈകാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത കണ്ടാൽ എങ്ങനെ നമുക്കിത് പൊരുത്തപ്പെടാൻ പറ്റും? മതേതരത്വം മതസൗഹാർദ്ദമൊക്കെ പറഞ്ഞ ഇതാണ്. ഒരു കൂട്ടം ആളുകൾ എങ്ങനെയും കാലുഷ്യം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇപ്പം നോക്കൂ, ഇനി സംഭവിക്കാൻ വേണ്ട കാര്യം പറയാം. നമ്മളിത് റിപ്പോർട്ട് ചെയ്തു, ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മുടെ താഴെ വന്ന് കമൻറ്റുകളിൽ നിന്നറിയാം വർഗീയത പറയുകയാണ്, നമ്മളിത് നടന്ന സംഭവം പറയുന്നത് വർഗീയതയാണ്. ഇവർ കാട്ടിക്കൂട്ടുന്ന വർഗീയതയല്ല. നമ്മൾ കേരളത്തിൽ എത്രയോ കാലമായി സമാധാനത്തോടെ എല്ലാ മതവിശ്വാസികളും സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ കാലുഷ്യം ഉണ്ടാക്കുന്നത്? ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. അരുവിത്തുറ പള്ളിയിലെ, കോട്ടയം ജില്ലയിലെ അരുവിത്തുറ പള്ളിയിലെ സ്കൂൾ ഗ്രൗണ്ട് കയ്യേറ്റം വലിയ വിവാദമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് കേസുകൾ പിടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ രഹസ്യമായി മനുഷ്യൻ്റെ രഹസ്യഭാഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ 1 കിലോ സ്വർണം വരെ പിടിക്കുന്നുണ്ട്. പ്രത്യേക ഉറയിലൊക്കെ ആക്കി അതിനകത്ത് കുത്തിക്കെറ്റിക്കൊണ്ടാണ് വരുന്നത്. അത് പിടിക്കുന്നു. ഈ കഴിഞ്ഞ 2, 3 അല്ലെങ്കിൽ 1 വർഷം മയക്കുമരുന്ന് കേസുകൾ പിടിച്ച വാർത്തകൾ പരിശോധിക്കുക. ആരുടെ പേരുകളാണ് കൂടെ ഉണ്ടാവുക? അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് എന്ന് പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു. പാലാ ബിഷപ്പിനെ ആക്രമിക്കും, ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച്. തീർന്നോ? കാഞ്ഞിരപ്പള്ളിയിലെ അമൽ ജ്യോതി കോളേജ് എന്നൊരു കോളേജുണ്ട്. ആ കോളേജ് അടച്ചു പൂട്ടിക്കാൻ വേണ്ടി എന്തെല്ലാം കുപ്രചരണങ്ങൾ നടത്തി. അതും തീർന്നില്ല. ഈ പൂഞ്ഞാറിൽ ഒരു പള്ളിമുറ്റത്ത് അനധികൃതമായി കാറും മോട്ടോർ ബൈക്കുകളുമായി കുട്ടികൾ കയറി തടയാൻ വന്ന അച്ഛനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് നെഞ്ചത്തൂടെ ബൈക്ക് കയറ്റി ഇറക്കി. അപ്പോൾ ഇങ്ങനെ ഇതര മതസ്ഥരുടെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലൊന്നുമില്ല, കേരളത്തിൽ വല്ലാതെ ക്രിസ്ത്യാനി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കുക. അപ്പോൾ മുനമ്പ് നാടകത്തിൻ്റെ മുനമ്പത്ത് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കണമെന്ന് സമസ്ത പറയുന്നു. സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഇന്നലെ എഡിറ്റോറിയൽ എഴുതി. അത് മുനമ്പത്തെ ഭൂമി വക്കഫാണ്, അവരെ ഒഴിപ്പിക്കണം, അവരെ ഇവിടുന്ന് മാറ്റണം. സർക്കാർ വേണേൽ ഫറൂഖ് കോളേജിൻ്റെ ഇത് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണം എന്ന് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നു. സുപ്രഭാതം സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കാലമായി കേരളത്തിലെ ഒരു ലക്ഷ്യമായി ഒരു വിഭാഗം മാറ്റിയെടുത്തിരിക്കുക. പിന്നെ ഹിന്ദുവിൻ്റെ കാര്യമില്ല. ഹിന്ദു പിന്നെ അങ്ങോട്ട് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന സ്വഭാവമാണ് ഹിന്ദുവിന്. എല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അതായത് ഈ ചില ചെണ്ട കുട്ടികളുടെ ഘോഷയാത്ര അമ്പലത്തിൽ എഴുന്നള്ളത്ത് അല്ലെങ്കിൽ പറവപ്പ് പോകുമ്പോൾ പള്ളികളുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെണ്ട കൂട്ട് നിർത്തും. എന്നാൽ തൊട്ടടുത്ത അമ്പലത്തിൽ ദീപാരാധന സമയത്ത് ബാങ്ക് വിളി ഒഴിവാക്കുമോ? ഇല്ല. നിങ്ങൾ കണ്ടിട്ട് നബിദിനത്തിന് അമ്പലങ്ങളിൽ ദഫ്മുട്ടും പരിപാടി നടത്തി എന്നൊരു ഭീഷണി ഉണ്ടാവും വെക്കുമോ ഒരു പള്ളിയിൽ? ഇപ്പം മതസൗഹാർദ്ദം വന്നിട്ട് ഇതൊക്കെ വലിയ മതേതരത്വമാണെന്ന് പറയും. കാരണം ഹിന്ദു ഇതെല്ലാം ചെയ്യാൻ റെഡിയാണ്. ഹിന്ദുവിന് അറിയില്ല നാളെ ഇത് പറയുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ഞങ്ങളവിടെ ദഫ്മുട്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വക്കഫ് ഞങ്ങളുടെ ആചാരം നടത്തിയാണെന്നുള്ള വക്കഫ് ചെയ്യാം. ഇപ്പോൾ ഈ മധ്യ കേരളത്തിലായിരുന്നു ആദ്യം ക്രിസ്തീയ ദേവാലയങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത് വടക്കൻ കേരളത്തിലേക്ക് മാറുന്നു. വടക്കൻ കേരളത്തിലുണ്ടായിരുന്നില്ല. വടക്കൻ കേരളത്തിൽ കാസർഗോഡിലെ ഒരു പുൽക്കൂട് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ആശുപത്രിയിലെ ഇപ്പോഴത്തെ ഒരു സംഭവം. ഇപ്പോൾ സ്കൂൾ അധ്യാപകൻ കുറച്ച് കുട്ടികളുമായിട്ട് പോയി നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളിലേക്ക് കൂടി ഇത് ഇഞ്ചെക്ട് ചെയ്ത് വരില്ല. അവൻ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ഇങ്ങനെ ശ്രമിക്കണം എന്ന് ഒരു ബോധം അവനിലേക്ക്. ഈ സ്കൂൾ യുവജനോത്സവങ്ങളിൽ മതം കലർത്തുന്ന കുറച്ച് കാലം ഓർക്കുന്നില്ലേ? കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകരാണ് വെജിറ്റേറിയൻ ഫുഡ് വർഗീയ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയത്. നോൺ വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് പറയും. നോൺ വെജിറ്റേറിയൻ വേണം, അത് അങ്ങനെയാണ്. ഒരു ഭക്ഷണത്തിൽ മതം കലർത്തി ഒരു മാധ്യമ പ്രവർത്തകർ. ഇപ്പോഴും അയാൾ ഞെളിഞ്ഞ് നടപ്പുണ്ട് ചില മാധ്യമങ്ങളിലൊക്കെ. ഇയാൾ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഏറ്റവും കുൽസിത പ്രവർത്തി നടത്തിയ അയാൾ ഇപ്പോഴും മാധ്യമ സ്ഥാനത്തിൽ വലിയ പുലിയായിട്ട് കൊണ്ട് നടക്കുകയാണ്.
അങ്ങനത്തെ നാണം കെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് നമ്മുടെ ടി ജി മുമ്പൊരിക്കൽ പറഞ്ഞു, ഇവനൊക്കെ അന്നനാളത്തിൻ്റെ കീഴ്ഭാഗം കൊണ്ട് സംസാരിക്കുന്നവരാണ് എന്ന് ടി ജി ഒരിക്കൽ പറയുകയുണ്ടായി. നമ്മളൊരു ടോക്കിന് നമ്മൾ ടൈറ്റിൽ ഇട്ടത് പോലും അത് തന്നെയാണ്, തമ്പിട്ടത് പോലും അങ്ങനെ. 2-3 വർഷം മുമ്പ് ഒരു ഉപജില്ലാ കലോത്സവത്തിലോ ജില്ലാ കലോത്സവത്തിലോ കോഴിക്കോട് വടക്കൻ മേഖലയില്ല, ആ കലോത്സവത്തിൽ ഒരു പെൺകുട്ടി സ്കൂൾ വിദ്യാർത്ഥി, അവൾക്ക് വാങ്ക് വിളിക്കണം, അതാണ് അവളുടെ ആഗ്രഹം. അതാണ് കണ്ടന്റ് വെച്ചിട്ട് ഒരു നാടകം വന്നു, അതിന് ഫസ്റ്റ് കിട്ടി. പക്ഷേ ജില്ലാ കലോത്സവത്തിൽ ആ നാടകം അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഈ പറയുന്ന വിഭാഗം തീരുമാനം എടുക്കുന്നു. കാരണം പെൺകുട്ടികൾ വാങ്ക് വിളിക്കുന്ന അവരുടെ സംസ്കാരത്തിനായിരുന്നു. ഇതൊരു നാടകമല്ലേ, ഒരു കലാരൂപമല്ലേ, അതിൻ്റെ ഒരു കൃത്യമായ ആശയം പറഞ്ഞു നൽകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ഞങ്ങൾ പറയുന്നത് മാത്രമേ നടക്കാവുള്ളൂ എന്ന് കലോത്സവത്തിൽ ഉൾപ്പെടെ അവരങ്ങ് തീരുമാനിക്കല്ലേ. കലോത്സവം അത് എനിക്കൊന്ന് ഉണ്ണിയാറിൻ്റെ ഒരു കഥയുണ്ട്, വാങ്ക് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് വാങ്ക് വിളിക്കാൻ. ആ കഥയുടെ നാടകരൂപ അത് സിനിമയായോ എന്നൊരു സംശയമുണ്ട്. ഇല്ല അല്ലേ? എന്നാൽ നാടകമായിരിക്കും. ഏതായാലും സമ്മാനം കിട്ടി, ഭയങ്കര പ്രശംസയൊക്കെ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, സ്കൂൾ യുവജനോത്സവത്തിൽ നടക്കുന്ന ഒരു പരിപാടി കേട്ടോ, ഖുറാൻ പാരായണ മത്സരമുണ്ട്. ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതത്തിൻ്റെ അവർ വിശുദ്ധമായി കരുതുന്ന ഗ്രന്ഥമാണ്. ആ മതഗ്രന്ഥം പാരായണം ചെയ്യുന്ന സ്വാഭാവികമായ ആരായിരിക്കും? ആ മതത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അത് ഒരു 5-6 മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി അതിലൂടെ ജയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വാഭാവികമായി ഒരു മുൻതൂക്കം കിട്ടും. അപ്പോൾ അതൊരു അനീതിയല്ലേ? ഒരു ബൈബിൾ പാരായണ മത്സരമുണ്ടോ? ഭഗവത്ഗീത പാരായണ മത്സരമുണ്ടോ? നിങ്ങൾ അറബി ലിറ്ററേച്ചർ പാരായണ മത്സരം നടത്തും. നമുക്ക് മനസ്സിലാക്കാം എന്ത് അടിസ്ഥാനത്തിലാണ് മതേതരമായി നടക്കേണ്ട സ്കൂൾ യുവജനോത്സവത്തിൽ ഖുറാൻ പാരായണ മത്സരം നടത്തുന്നത്. അറബിക് കലോത്സവം ഉണ്ട്, അതുപോലെ അറബിക് കലോത്സവം വേറെ ഉണ്ട് അല്ലേ? പക്ഷെ ഞാൻ ഖുറാൻ പാരായണ മത്സരം സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിലുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഒരു ഗ്രേഡ് കിട്ടാൻ പറ്റും. ഹിന്ദു കുട്ടികൾക്കോ ക്രിസ്ത്യൻ കുട്ടികൾക്കോ അതിൽ വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടി കലോത്സവങ്ങളിൽ പോലും റിസർവേഷൻ അല്ലെങ്കിൽ ഒരു മതം കടന്നു കയറിയിട്ട് എത്ര കാലമായി കേരളത്തിൽ ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? എന്തിനാണ് സ്കൂൾ യുവജനോത്സവത്തിൽ ഖുറാൻ പാരായണ മത്സരം എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗീത പാരായണവും ബൈബിൾ പാരായണ മത്സരവും വേണ്ടേ? ഇതൊന്നും പറയാൻ പാടില്ല. മതേതരത്വം തകർന്നു പോകും അല്ലേ? മിണ്ടരുത്, മതേതരത്വം തകരും. കുറേ കാലമായിട്ടുള്ള നാറേറ്റീവാണ്. ഏതായാലും നമ്മളിത് പറയുകയാണ്. ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ കലോത്സവവുമായി ബന്ധപ്പെട്ട് ചെമ്പൻതൊടി സെൻറ്റ് ജോർജ് ഫെറോന പള്ളിക്ക് നേരെ വളരെ നിന്ദ്യമായ ആക്രമണം നടന്നു എന്ന് തന്നെ അവർ പറയുന്നത്. അവരുടെ ഊറാറ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് ടോയ്ലറ്റിലിട്ടു. അവിടെ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട അധ്യാപകൻ കുട്ടികളെ കൂട്ടിക്കൊണ്ടിരുന്നു. അതുകൂടാതെ അവിടെ അനുമതി കിട്ടിയില്ല എന്ന് വന്നപ്പോൾ കന്യാസ്ത്രീ മഠത്തിലേക്ക് ചെന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും സമ്മതിക്കാതിരുന്നപ്പോൾ ബഹളം വയ്ക്കുകയും തെറി വിളിക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് വന്നാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ക്രിസ്ത്യാനി ഒരുപാട് കാലം മതേതരത്വമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ CAA സമരം വന്നപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു കൂടെ അല്ലേ? ക്രൈസ്തവ സഭാ പുരോഹിതന്മാരൊക്കെ ഉണ്ട്. ജനാധിപത്യം സംരക്ഷിക്കണം, വർഗീയത തുലയട്ടെ എന്നൊക്കെ പറയും. ഇത് വർഗീയതയല്ലേ? നിങ്ങളുടെ നെഞ്ചത്തോട് കയറിക്കൊണ്ടിരിക്കുക. ഇതേ കന്യാസ്ത്രീ മഠത്തിലെ കുറെ കന്യാസ്ത്രീകൾ വന്ന് ഈ CAAക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചു. ഇപ്പോൾ അങ്ങോട്ട് കയറി വരികയാണ്. ഇപ്പോൾ എവിടെ പോയി ഈ മതേതര കഴി? ഇതൊരുമാതിരി ചൊറിച്ചിലാണ് മതേതരത്വം. സ്വന്തം മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ നമ്മുടെ വാതിൽ വന്ന് മുട്ടുമ്പോഴും കുഴപ്പമില്ല. ഇപ്പോൾ നോക്കൂ, ഈ വൈപ്പിനിലെ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എത്ര ദിവസമായി സമരം ചെയ്തു. അവരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നടത്തണമെന്ന് വഖഫ് തന്നെയാണെന്ന് ഇവിടുത്തെ സമസ്ത പോലെയുള്ള മതസംഘടനകൾ പറയുന്നു. പത്രം എഡിറ്റോറിയൽ എഴുതുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ഏറ്റവും സംഘടിതമായ ഒരു രൂപതയല്ലേ തിരുവനന്തപുരം? എവിടെ അവിടുത്തെ ബിഷപ്പ് എന്താ മിണ്ടാത്തെ? വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ എന്തെല്ലാം കലാപം നടത്തി, പോലീസ് സ്റ്റേഷൻ വരെ കത്തിക്കാൻ എല്ലാം കൂട്ടുനിന്ന ആളുകളല്ലേ? എന്താ മിണ്ടാത്തത്? കാരണം അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഈ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ കുറേ ആളുകൾ എന്തു വന്നാലും കോൺഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഹിന്ദു വിരുദ്ധത അവരുടെ മുഖമുദ്രയാണ്. പക്ഷേ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യാനി എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? ഇത് ക്രിസ്ത്യൻ സഹോദരന്മാരെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഈ തമ്പുരാക്കന്മാരായ ബിഷപ്പുമാരെന്നും പറഞ്ഞാൽ കേൾക്കാതെ കാര്യം മനസ്സിലാക്കി അവർ മാറുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മാറിയില്ലെങ്കിൽ നമുക്ക് അഭിവന്ദ്യ പുരോഹിതരോടും ബിഷപ്പന്മാരോടും പറയാനുള്ളത്, നിങ്ങളുടെ കന്യാസ്ത്രീ മഠത്തിൽ വന്ന് മുട്ടിയിരിക്കുന്നു. നിങ്ങളുടെ പള്ളിയിലെ വിശുദ്ധ ഊറാറ ഇന്നലെ കണ്ടെത്തിയത് കക്കൂസിലാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കാസയെങ്കിലും ഇത് പുറത്തു കൊണ്ടുവന്നത് വലിയ കാര്യമാണ്. ദീപിക പത്രം ഇത് അറിഞ്ഞിട്ടില്ല. ഫാദർ ജിനോ പുന്നമറ്റം ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ ദീപികയുടെ പത്രാധിപത്യ സമിതി അംഗങ്ങളോടും ബ്യൂറോയോടും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.